അയോധ്യ സംഭാവന തട്ടിപ്പിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ യു.പി. കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയെ കരുതൽ തടങ്കലിലാക്കി പോലീസ്. കോൺഗ്രസ് പ്രതിനിധി സംഘം രാമക്ഷേത്രം സന്ദർശിക്കാനിരിക്കെയാണ് നടപടി. അയോധ്യയിലെ ഒരു ഹോട്ടലിലാണ് അജയ് റായിയെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം കേസിലെ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ 6 ബാങ്കുകൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ആദിൽ പാലോട് ചേരുന്നു. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് രാജ്യമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അതിനിടയിൽ ഈ പ്രതിപക്ഷ ശബ്ദം അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണോ ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്? ഒപ്പം അന്വേഷണ സംഘം ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്? ആദ്യം അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദർശനത്തിന് ശേഷമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം ഇന്ന് അയോധ്യ സന്ദർശിക്കാനിരുന്നത്. രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ആരോപണങ്ങൾ ഉന്നയിക്കാനായിരുന്നു നീക്കം. അതിനിടെയാണ് ഈ പ്രതിനിധി സംഘത്തിന് 9 പേരടങ്ങുന്ന സംഘം അയോധ്യയിലെത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. അയോധ്യയിൽ ഇന്നലെ രാത്രി തന്നെ യു.പി. കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് എത്തിച്ചേർന്നിരുന്നു. ഇന്നലെ രാത്രിയോട് തന്നെ അയോധ്യയിൽ യു.പി. പോലീസ് എത്തി കരുതൽ തടങ്കലിലാക്കി എന്നുള്ളതാണ് വിവരം. ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ അജയ് റായ് പുറത്തുവിട്ടിട്ടുണ്ട്. റൂമിനകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കയറി വരുന്നതും പിന്നീട് ഈ ഹോട്ടലിന് പുറത്ത് പോലീസ് പ്രത്യേക കാവലൊരുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ കരുതൽ തടങ്കലിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നാണ് അജയ് റായ് പറയുന്നത്. കോൺഗ്രസിന്റെ ഇന്നത്തെ അയോധ്യ സന്ദർശനം മുടങ്ങും, അത് മുടക്കാനുള്ള നീക്കമാണ് ഇതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഏതായാലും അതിനിടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ബാങ്കുകൾക്ക് യു.പി. പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 8 പ്രതികളാണ് ഇതിനോടകം അയോധ്യയിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്, റിമാൻഡിലായിട്ടുള്ളത്. ഇവർക്ക് വലിയ തോതിൽ സമ്പാദ്യം ഉണ്ടാക്കി എന്ന വാർത്തയുണ്ടായിരുന്നു. 18,000-വും 15,000-വും ശമ്പളമുള്ള സാധാരണ ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർക്ക് കോടികളുടെ ഭൂസ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 ബാങ്കുകൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രതികളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് രേഖകൾ, സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ കൈമാറണം എന്നാണ് നോട്ടീസിലുള്ളത്. ഇതിനൊപ്പം ഈ പ്രതികളുടെ പേരിലുള്ള ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കാനുള്ള നീക്കവുമുണ്ട്. എത്ര കോടി രൂപയാണ് കൃത്യമായി തട്ടിച്ചെടുത്തത്, ഇത് എങ്ങനെ കണ്ടുകെട്ടാനാകും എന്ന ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒരു വശത്ത് അങ്ങനെ, മറുവശത്താകട്ടെ ഫോറൻസിക് പരിശോധനയ്ക്കായി പ്രതികളുടെ എല്ലാ മൊബൈൽ ഫോണുകൾ അയച്ചിരിക്കുകയാണ്. പലരും തങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരുന്ന വിവരങ്ങളും ഫോൺ റെക്കോർഡും മറ്റുമെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചെടുക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രസ്റ്റിന്റെ കൃത്യമായ സഹായം ഈ തട്ടിപ്പിന് പിന്നിൽ ലഭിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്ക് ഇതിന് പിന്നിൽ പങ്കുണ്ട് എന്ന ആക്ഷേപമുണ്ട്. അതുകൂടി തെളിയിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് മൊബൈൽ ഫോണുകൾ അയച്ചിരിക്കുന്നത്. ഒരു വശത്ത് പരിശോധനകളും അന്വേഷണങ്ങളും നോട്ടീസ് നൽകാനും തുടരുമ്പോഴാണ് മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ പ്രതിനിധി സംഘത്തെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത് യു.പി. പോലീസ് അയോധ്യയിൽ. ഷിഹാസ്, ശരിയാ.